ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹ്യമേ തവ നാമം, സ്തുത്യർഹ്യമേ തവ നാമം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലപ്പോഴും വേദിയിൽ കൂടെ നിങ്ങളോട് ഒരുമിച്ച് ദൈവസ്ഥലത്തിൽ വചനങ്ങളെ പങ്കുവയ്ക്കാൻ സ്വർഗത്തിലെ ദൈവവടികൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി അറിയിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ച റോയ് പാസ്റ്ററോട്, കുടുംബത്തോട്, എല്ലാവരോടുള്ള നന്ദി, സ്നേഹത്തെ അറിയി പല പ്രാവശ്യം ഇതിനകത്ത് വന്ന് വചനം ശുശ്രൂഷിക്കുന്ന അവസരങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചില മുഖങ്ങളൊക്കെ സുപരിചിതമാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോയിൽ കൂടെ കണ്ട് ചില മുഖങ്ങളൊക്കെ സുപരിചിതമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ക്ഷണിച്ച ആന്റിയോടുള്ള നന്ദി, സ്നേഹത്തെ അറിയിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ചില മീറ്റിങ്ങിലൊക്കെ ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് ഞാൻ ഇറങ്ങി പോവാറുണ്ട്. പക്ഷെ സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് മുഴുവൻ ടൈമിൽ ഇരിക്കാൻ കഴിയാത്തത്. അപ്പൊ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാട്ടെ. പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, പെട്ടെന്ന് ആന്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന വരികളാണ്. ഞാൻ ഒരിക്കലും പാടാറില്ല, കാരണം എനിക്ക് പാട്ട് പാടാൻ ഒട്ടും വശമില്ലാത്ത ഒരാളാണ്. പക്ഷെ പാടാൻ ഒത്തിരി ആഗ്രഹമാണ്, പാട്ട് കേൾക്കാനും എനിക്ക് ഒത്തിരി ആഗ്രഹം. എത്ര പാടിയാലും മതിയല്ലോ. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പാടുന്നല്ല, പൊതുവേദിയിലൊന്നും ഞാൻ പാടാറില്ല. എങ്കിലും ദൈവം നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കഴിവിലോ ഒന്നിലും അല്ലല്ലേ, നമ്മുടെ ആഗ്രഹത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കഴിവ് നോക്കി അല്ലെങ്കിൽ നമ്മുടെ പ്രശംസ നോക്കിയൊക്കെ ദൈവം വിലയിരുത്തുമെങ്കിൽ നമുക്ക് യാതൊരു യോഗ്യതയും ഒന്നുമില്ല, പോഴുവാനൊന്നും ഒന്നുമില്ല. പക്ഷെ ദൈവം നമ്മളെ ഇത്രത്തോളം നിലനിർത്തിയ നല്ല കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയില് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും ഓരോ നിമിഷവും, കഴിഞ്ഞ ദിനങ്ങളിലെ നിമിഷങ്ങളിലെ പകൽക്കാലങ്ങളെല്ലാം വചനം കേട്ടുകൊണ്ട് ആത്മശക്തി പ്രാപിച്ചുകൊണ്ടായിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. ഞങ്ങളുടെ ഗ്രൂപ്പിന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. പകല് ഉപവാസ പ്രാർത്ഥന മീറ്റിങ്ങിന് കടന്നു പോയതിനു ശേഷമാണ് വൈകുന്നേരം മീറ്റിങ്ങിന് കയറുന്നത്. അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആന്റി തുടക്കത്തിൽ പറഞ്ഞു, പലപ്പോഴും കേൾക്കുന്ന വചനം നമുക്ക് പോലും ഓർമ്മയില്ല. ഇന്ന് ഒരു ആന്റി ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ ഇങ്ങനെ ഇടയായി തീർന്നു. ആ സിസ്റ്റർ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന വചനം അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന വചനം എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കണം, അത് ഞാനും ഓർത്തിരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇങ്ങനെ ടീച്ച് ചെയ്യുന്ന രീതിയിലാണ് വചന ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി സാവധാനം അത് മനസ്സിലാക്കി പോകുവാൻ തക്കോടെ തരും. അതപ്പോ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശുശ്രൂഷിച്ച വചനം എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. മാസങ്ങൾക്ക് മുന്നേ ശുശ്രൂഷിച്ചതാണ്, പക്ഷെ അതെന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറയാനിടെ ഇന്ന വചനം ഇന്നതെടുത്ത് ശുശ്രൂഷിച്ചില്ലേ എന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. എന്ന് വെച്ചാൽ അത്രത്തോളം ആഴത്തിലേക്ക് വരുന്നത്. പലപ്പോഴും നമുക്ക് എന്നാൽ എല്ലാം ഓർമ്മയുണ്ടോന്ന് വെച്ചാൽ ഇല്ല കേട്ടോ, മറവി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വചനം നമ്മുടെ ഉള്ളില് എപ്പോഴും ആയിരിക്കും. വചനം ജീവന്റെ വചനമാ, അതാ നമ്മളെ ഇത്രത്തോളം നടത്തുന്നത്, അല്ലെ ജീവൻ വെപ്പിക്കുന്നത്. ഉള്ളതിനെ ഉളവാക്കുന്നത്, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ വചനത്തിന് ശക്തി വേറെ, ജീവന്റെ വചനം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഒക്കെയും ജീവൻ പകരുന്നതാണ് ദൈവത്തിന്റെ വചനം. ഞാൻ വചനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. യോഹന്നാൻ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. ഞാൻ പാസ്റ്റർ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു വാക്യം എടുത്തു. പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റാറുണ്ട്. എല്ലായിടത്തും അങ്ങനെയില്ല. ഞാനൊരു വചനം ശുശ്രൂഷിക്കാനൊക്കെ എടുത്തു വെച്ച് നോട്ടൊക്കെ എഴുതി ഇങ്ങനെ ക്ലിയർ ആക്കി വെക്കും. പക്ഷെ ആ ദിവസം ഞാൻ ആ വചനം പെട്ടെന്ന് മാറ്റേണ്ടതായിട്ട് വരും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വേഗത്തിൽ ആ വചനത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 20-1 വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിയിൽ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇത്രത്തോളം സമയം അപ്പച്ചന്റെ പാദമെടുത്തെങ്കിൽ കർത്താവ് അനേക വിഷയങ്ങൾ ഷെയർ ചെയ്തു പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ആരാധിപ്പാൻ ഒക്കെയും സ്വർഗത്തിലെ ദൈവടികളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അല്പസമയം കർത്താവെ അങ്ങയുടെ വചനവുമായി കർത്താവെ അങ്ങയുടെ പാദമെടുത്തെങ്കിൽ അടികളായിരിക്കുന്ന കർത്താവെ, വചനത്തിന് ആഴ്ന്നു സംസാരിപ്പാൻ സ്വർഗം ഇടയാക്കണം. അധികാരത്തോടെ അഭിഷേകം
വേഗത്തോടെ ശുശ്രൂഷിക്കാനുള്ള എല്ലാ ദൈവകൃപയും അടിയന്മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്നവരുടെ ജീവിതത്തില് ആത്മീയ വർധനയ്ക്കും വിശ്വാസ വർധനയ്ക്കും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കരമങ്ങ് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമടിയുടെ പ്രാർത്ഥന യാചന എല്ലാം കേട്ട് മറുപടി അയക്കുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം. യേശു കൃഷ്ണവിലേറെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-1 വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. എല്ലാവർക്കും അറിയുന്ന ഒരു വചനമാണ് അല്ലെ. കർത്താവിന്റെ ഈ വചനം തന്നെ 4 സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ വ്യത്യസ്തമായ രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മറിയയെ കുറിച്ച് മാത്രം പറയുന്നു, അപ്പുറത്ത് പിന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റേ മറിയെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചില 4 സുവിശേഷം വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്ന് മാത്രം സത്യം എന്നുള്ളതല്ല, 4ഉം സത്യമായ കാര്യമാണ്. ഞാൻ എടുത്തിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 20-1 മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വചനത്തിലേക്ക് തന്നെ കടന്നു വരാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. ഈ കർത്താവിനെ അടക്കിയതൊക്കെ കണ്ടിട്ട് മടങ്ങിപ്പോയ വ്യക്തിയാണ് രാവിലെ ഇരുട്ടുള്ളപ്പോൾ വരുന്നത് അല്ലെ. അപ്പോൾ അറിയാം, ഈ മറിയയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ വന്നവരുടെ ഹൃദയത്തിനുള്ളില് പല വിചാരങ്ങളുണ്ട് അല്ലെ. ഒറ്റയൊരു ആഗ്രഹമേ അവൾക്കുള്ളൂ, കർത്താവിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ആ കർത്താവിന്റെ ശരീരം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നത്. പക്ഷെ അവളുടെ മുന്നില് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അവൾക്കറിയാം കല്ല് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും മാനുഷികമായി ചിന്തിച്ചാല് അവൾക്ക് ഒരിക്കലും അതിനെ മാറ്റി നീക്കുവാൻ അല്ലെങ്കിൽ തള്ളി നീക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അത്രമാത്രം ബലമേറിയതും അത്രമാത്രം ശക്തിയേറിയമായ രീതിയിലാണ് ആ കല്ലറ അടച്ചിരിക്കുന്നതും. അവിടെ കാവൽക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എത്രമാത്രം സുരക്ഷിതമാക്കുമോ ആക്കാൻ പറ്റുമോ, എത്രമാത്രം അത് ഉറപ്പുള്ളതാക്കാൻ പറ്റുമോ അത്രമാത്രം ഉറപ്പുള്ളതും സുരക്ഷിതവുമാക്കി വെച്ചിരിക്കുന്ന കല്ലറയിലേക്കാണ് മറിയ കടന്നു ചെല്ലുന്നത് അല്ലെ. എപ്പോഴേ കടന്നില്ല, ഇരുട്ടുള്ളപ്പോൾ തന്നെ കടന്നു ചെല്ലുക. അവൾക്ക് സാഹചര്യങ്ങൾ ഒന്നും അവൾക്ക് വിഷയമല്ല. സാഹചര്യങ്ങൾ ഒന്നും നോക്കാതെ വണ്ണം അവളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൾ മുന്നിൽ കണ്ടുകൊണ്ട് അവൾ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അവൾക്കറിയാം അവളുടെ സാഹചര്യം നോക്കുമ്പോൾ അവൾക്ക് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അവൾക്കറിയാം എനിക്ക് അത് നീക്കാൻ കഴിയത്തില്ല, ഇരുട്ടുള്ളപ്പോൾ എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്നാലും ഞാൻ വെളിയിൽ നിന്ന് ഈ കല്ല് കാണുക മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലെ. മാനുഷികമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ സാഹചര്യത്തെ നമ്മൾ നോക്കിയാൽ ഒരിക്കലും അവള് കടന്നു പോകേണ്ട കാര്യമില്ല. കാരണം നമ്മളാണേലും ചിന്തിക്കും ഒരു കാര്യം, ഞാൻ അവിടെ പോയാൽ വെറുതെ നിൽക്കേണ്ടേ വരത്തുള്ളൂ, ആ സമയം വീട്ടിലിരിക്കാം എന്ന് കരുതി ഇരിക്കുന്ന സാഹചര്യമാണല്ലേ. പക്ഷെ അവൾ നോക്കിയത് സാഹചര്യങ്ങളെ ഒന്നും നോക്കാതെ വേണം വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. സാഹചര്യങ്ങളെ നോക്കിയാൽ പലപ്പോഴും നിൽക്കുന്ന ഇടത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. പലപ്പോഴും നേടേണ്ടത് പലതും നേടുവാൻ കഴിയത്തില്ല. നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെ നോക്കാതെ വേണം, മുന്നിലുള്ള പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ വേണം മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ആണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങളെ നോക്കാതെ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ദൈവപ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയ ദൈവവേദന, ഞാൻ പറയട്ടെ, അവളുടെ മുന്നിൽ അവളുടെ ആഗ്രഹത്തിന് തടസ്സമായി അവളുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്ന കല്ല് ആരുരുട്ടി നീക്കുമെന്നുള്ള ഭാരത്തോടെ കടന്നു വരിക. അവൾ ആരോടും പറഞ്ഞില്ല. മറ്റുള്ള സുവിശേഷങ്ങൾ പറയുന്നുണ്ട് അവളുടെ കൂടെ സഹോദരിമാരുണ്ടെന്ന്. അവർ തമ്മിൽ പങ്കുവെച്ച് കാണും. എങ്ങനെ നമുക്ക് വേണ്ടി ഈ കല്ലൊന്ന് ഉരുട്ടി നീക്കും, അല്ല നമുക്ക് ഭാരമേറിയതാണല്ലോ ഇത്, നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാ. ഈ കല്ല് എങ്ങനെയൊന്ന് ഉരുട്ടി മാറ്റുമെന്ന് ചങ്ങലയാൽ ബന്ധിച്ച ഈ കല്ല് എങ്ങനെ ഉരുട്ടി മാറ്റുന്നുള്ള ഭാരത്തോടെ അവർ പരസ്പരം ഈ സാഹചര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചായിരിക്കാം കടന്നു പോകുന്നത്. നമുക്ക് വേണ്ടി ആര് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. പ്രിയ ദൈവവേദങ്ങളെ, ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹം വലിയതാണെങ്കിൽ, നിന്റെ വിശ്വാസം വലിയതാണെങ്കിൽ, നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്ക ഒരു കർത്താവ് ഉണ്ടല്ലേ, സർവശക്തനായ ദൈവമുണ്ടല്ലേ. ഏത് പ്രതിസന്ധികളും ആയിക്കോട്ടെ, ഏത് പ്രതികൂലങ്ങളും ആയിക്കോട്ടെ, നിന്റെ മേൽ മുന്നിലുള്ള പ്രതിസന്ധികളെ നീക്കുവാൻ തക്കവണ്ണമായ ഒരു കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. അവന്റെ മുഖം കണ്ട നമ്മൾ ഇറങ്ങി തിരിച്ചത് സാഹചര്യങ്ങൾ കണ്ടിട്ടല്ല, സാഹചര്യം അനുകൂലമായതുകൊണ്ട് ഇറങ്ങി തിരിച്ചതല്ല. പലപ്പോഴും ഇറങ്ങി തിരിച്ചവർക്ക് സാഹചര്യം അനുകൂലമായിട്ടല്ല, എന്നുവരെയും അവർക്ക് സാഹചര്യം ചിലപ്പോൾ അനുകൂലമായിരിക്കത്തില്ല. പല പ്രതിസന്ധികളുടെയും പല തീച്ചുളയുടെയും നടുവിലൂടെ വിശ്വാസത്തിൽ പോരടിച്ച് നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് സഹോദരിമാരുടെ വേദന അറിഞ്ഞ് വിഷമം അറിഞ്ഞ്
ലക്ഷ്യത്തിന് തടസ്സമായി, ദൈവഹിതത്തിന് തടസ്സമായി ശത്രു ഏത് ഭാരമേറിയ വിഷയം കൊണ്ടുവന്നാലും അത് അപ്പന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചാൽ മതിയല്ലേ. അപ്പൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാ, സർവശക്തനായ ദൈവമാ. ആ ദൈവമാ നമ്മളെയും നടത്തുന്നതല്ലേ. ഹല്ലേലൂയ. മാനുഷികമായി ചിന്തിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നിരുന്നുവെങ്കിൽ ഹല്ലേലൂയ അവിടെ ഇരുന്നേനെ. പക്ഷെ അവൾ യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ അവൾ പുറപ്പെടുവാൻ തുടങ്ങിയപ്പോൾ, അവൾ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുൻപില് അടങ്ങി കിടക്കുന്നത് ചിലതൊക്കെ തുറക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. നോക്കിക്കേ, ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. എന്തിനാ? കർത്താവിന്റെ ശരീരം ഒന്ന് അവിടെ ഉള്ളിലെ ആഗ്രഹം ഒന്ന് നോക്കിക്കേ. എത്രമാത്രം ഭാരത്തോടെ, എത്രമാത്രം ആഗ്രഹത്തോടെ അവൾ ചെന്നത്. അപ്പോഴും അവളുടെ ഹൃദയത്തിൽ ഒരു വേദന, ഈ കല്ലെങ്ങനെ ഒന്ന് ഉരുട്ടി മാറ്റും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ഹല്ലേലൂയ. ആരും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇല്ലാത്ത സാഹചര്യമായിരിക്കും, പക്ഷെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്, ആരുമില്ലെന്ന് തോന്നുന്ന സ്ഥാനങ്ങളില് എനിക്ക് വേണ്ടി കരയുവാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എനിക്ക് വേണ്ടി പ്രതിസന്ധി ഒന്നും തരണം ചെയ്യുവാൻ തക്കവണ്ണം ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ചു ഭാരപ്പെടേണ്ടത്. ഞാനുണ്ടെന്ന് വാക്ക് തന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അപ്പന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. സാഹചര്യങ്ങളെ നോക്കാതെ, സാഹചര്യങ്ങളെ വകവെക്കാതെ ഇറങ്ങി തിരിച്ചാൽ മതി എന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമപ്പച്ച. സാഹചര്യങ്ങളെ നോക്കാതെ ഇറങ്ങി തിരിക്കാൻ പറ്റുമോ? സാഹചര്യങ്ങളെ നോക്കാതെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രയെത്ര സാഹചര്യങ്ങൾ നമുക്ക് പിന്നോട്ട് പോകുവാൻ ഉണ്ടായിരുന്നു അല്ലെ. വിശ്വാസത്തിൽ നിന്ന് പിന്മാറി അടിപതറി പോകുന്ന സാഹചര്യങ്ങൾ എത്രയെത്ര ഉണ്ടായിരുന്നു. ആരൊക്കെ നമ്മളെ പിന്മാറ്റി കൊണ്ടുപോകാൻ തക്കോണം സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം നമ്മളെ ഉറപ്പോടും ധൈര്യത്തോടും നിർത്തിയത് കൊണ്ട് ഹല്ലേലൂയ ഇന്നും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കുന്നത് നമ്മുടെ കരുണയോ നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ ഒന്നും അല്ലല്ലേ. അപ്പന്റെ കരുണയോ ഒന്നു മാത്രമാ. സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് ഇതിനൊന്നും ആശയ്ക്ക് പോലും വകയില്ല, ഒന്ന് മനസ്സിൽ ആഗ്രഹിക്കാൻ പോലും വകയില്ല. പക്ഷേ ആശയ്ക്ക് വിരുദ്ധമായി അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു അപ്പൻ, നമ്മുടെ ഹൃദയത്തെ നല്ലതുപോലെ അറിയുന്ന ദൈവം, ഹൃദയത്തിൽ വിഷമം ഭാരത്തോടെ സഞ്ചരിക്കുന്ന ദൈവജനമേ, നിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ ഒരേ ഒരു അപ്പനെ ഉള്ളൂ, ഒരേ ഒരു പാദപീഠമേ ഉള്ളൂ. അത് നമ്മുടെ അപ്പനാ, സ്വർഗത്തിലെ അപ്പന്റെ പാദപീഠം മാത്രമാ. മറിയ അവിടെ ചെന്നിട്ട് കല്ലറയ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി നീക്കിയിരിക്കുന്നത് കണ്ടു. ഓർത്ത് നോക്കിക്കേ, ആ സന്തോഷം അവൾക്ക് എത്രമാത്രം ആയിരിക്കും. നമ്മൾ ഒത്തിരി ഏറെ ആഗ്രഹിച്ചിട്ട് അത് നമ്മുടെ മുന്നിൽ സാധിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ ഈ പ്രതിസന്ധികളെ കണ്ട് കരഞ്ഞും വിലപിച്ചും എങ്ങനെ 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 സാധിക്കുമെന്ന് കരഞ്ഞു കരഞ്ഞ് നീറിയിരിക്കുമ്പോഴാ ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവള് എല്ലാവരും അവിടെ ശിഷ്യന്മാർ അവിടെ വന്ന് നോക്കി, കല്ലറയ്ക്കൽ അകത്ത് കിടന്ന് നോക്കി. ലാസ്റ്റിലെ വാക്യത്തിലേക്ക് ഇനി വന്ന് നോക്കിക്കേ, അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുരിഞ്ഞു നോക്കി. അവള് വെറുതെ കല്ലറ കണ്ട് മടങ്ങിപ്പോകാൻ വന്നതല്ലെന്ന്. ദൈവജനമേ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ തുറന്ന കല്ലറ കണ്ടിട്ട് പോകാനല്ല. അവൾ വന്നത് കർത്താവിനെ കണ്ടിട്ട് പോകാനാണ്. തുറന്ന ആരും കണ്ടിട്ട് പുറത്തു നിന്ന് മടങ്ങി പോകാനല്ല അവൾ വന്നത്. അവൾ കടന്ന് ഈ കർത്താവിനെ ഒന്ന് രുചിച്ചറിയാൻ കടന്നു വന്നതാ. രുചിച്ചറിയാൻ കടന്നു വന്നെങ്കിൽ രുചിച്ചറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ദൈവം നിന്റെ പാദപീഠത്തില്, ദൈവം നിന്റെ സന്നിധിയിൽ ഇറങ്ങി വരും, നിന്റെ സമീപത്തിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിന്റെ ഹൃദയത്തിലെ വാഞ്ചി അറിഞ്ഞ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ നടത്തുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. മറിയ വന്നത് കല്ലറ കണ്ടിട്ട് പോകാനല്ല, കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടിട്ട് പോകാനല്ല, കല്ലറയ്ക്ക് അകത്ത് കിടക്കുന്ന റൂമാരെ കണ്ടിട്ട് പോകാനല്ല. ആഗ്രഹം സാധിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. ഉറപ്പോടെ സാഹചര്യം നോക്കാതെ വേണം വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇത് ലഭിക്കുമെന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് പോകരുത്. അത് ലഭിക്കുമ്പോഴും അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കണമെന്ന്, അത് ലഭിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അതിന്റെ ഇടയ്ക്ക് ഒരു അവിശ്വാസത്തിന്റെ വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴരുത്. അതിന്റെ ഇടയ്ക്ക് ഒരു അവിശ്വാസത്തിന്റെ ചിന്ത കടന്നു വരാൻ തക്കവണ്ണം ഇടയായിട്ടത് കർത്താവോട് എനിക്ക് പറഞ്ഞത്.
നിയമത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരിക്കാം. ഉദ്യോഗസ്ഥർ നിനക്ക് അനുകൂലമല്ലായിരിക്കാം. പ്രിയ ദൈവജനമേ, നിയമത്തെ അനുകൂലമാക്കി നിയമത്തെ മാറ്റി എഴുതി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഇന്നലെ വരെ അത് ഉണ്ടായിരിക്കത്തില്ല. ഇന്ന് നിനക്ക് വേണ്ടി അതിനെ മാറ്റി എഴുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉദ്യോഗസ്ഥർക്ക് മാറ്റിമറിക്കാൻ പറ്റാത്തത്, ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ പറ്റാത്തത് നിന്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. എന്റെ ദൈവത്തിന് ചെയ്യുവാൻ തന്നെ കഴിയും. അവൻ നാം ശക്തനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിയമക്കുരുക്കിൽ ഹല്ലേലൂയ അകപ്പെട്ട് ഹല്ലേലൂയ ജോലി സാധ്യതകളിൽ പെട്ട് അതിനകത്ത് മുന്നേറുവാൻ പറ്റാതെ കിടക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ദൈവത്തിനോട് ഞാൻ പറയട്ടെ, നിയമത്തെ കണ്ട് നീ ഭാരപ്പെടേണ്ട. ഇത് ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും മൂവ് ആവുന്നില്ലല്ലോ, ഇതിന് സാധ്യത കുറവാ, ഇതിന്റെ പിന്നാലെ ഇനി പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പിന്മാറി നിൽക്കേണ്ട കേട്ടോ. അതിനെയും മാറ്റി എഴുതുന്ന അപ്പനുണ്ട്. ഹല്ലേലൂയ. ആ കരത്തിലേക്ക് ഒന്ന് കൊടുക്ക്. നിന്നോട് മുന്നോട്ട് കാൽ വെക്കുവാൻ പറഞ്ഞത് കർത്താവാണോ? അത് മുന്നോട്ട് തന്നെ വിശ്വാസം വേണ്ട. കർത്താവ് പറഞ്ഞാൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്റെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. സാഹചര്യം നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് അനുകൂലമല്ലെന്നേ, പക്ഷെ ദൈവം നമുക്ക് അനുകൂലമാ. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറല്ലേ? വചനം അങ്ങനെ പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഭാരപ്പെടേണ്ട. മനുഷ്യര് ചുറ്റും നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കും, നിങ്ങളെയും പിന്തിരിക്കാൻ നോക്കും. ഞാൻ ഒരു ചെറിയൊരു കാരണം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ ചില ദർശനങ്ങൾ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലരോടൊന്ന് പങ്കുവെച്ച് നോക്കിക്കേ. അവരുടെ വായിൽ നിന്ന് നമ്മളെ നിരാശരാക്കുന്ന വാക്കുകളായിരിക്കും വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു രോഗമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടെന്ന് അങ്ങോട്ടൊന്ന് പറഞ്ഞു നോക്കി. അവര് നമ്മൾക്ക് എല്ലാവരും നമ്മളെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഉറപ്പാക്കുന്ന വാക്കുകളല്ല നമ്മളിലേക്ക് കേൾക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ നമ്മൾ അവരുടെ വായിൽ നിന്ന് അപമാനത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരും. അത് മറ്റുള്ളവരോട് മനുഷ്യരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ്. പക്ഷെ അപ്പച്ചനോടൊന്ന് ഷെയർ ചെയ്ത് നോക്കിക്കേ. എന്റെ ഭാരം നീ അപ്പനോടൊന്ന് ഷെയർ ചെയ്ത് നോക്കിക്കേ. നിന്റെ വേദന നീ അപ്പച്ചനോടൊന്ന് ഷെയർ ചെയ്ത് നോക്കിക്കേ. നീ ഒരിക്കലും നിന്നിച്ച് തള്ളിക്കളയത്തില്ലെന്നേ, മാറിപ്പോകാൻ പറയത്തില്ല. ഹല്ലേലൂയ. ഇത് സാധിക്കാത്ത വിഷയമാണെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തത്തില്ലെന്നേ. നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. നീ ഒരിക്കലും കരയുവാൻ ദൈവം ഇടവരുത്തത്തില്ലെന്നേ. ആ വിഷയത്തിന്മേൽ ശാശ്വതമായ ഒരു പരിഹാരം ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ മറിയ കല്ലറയ്ക്കല് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലേ, ഞാൻ വന്നത് കർത്താവിനെ കാണുവാനാ. പക്ഷെ കല്ലറ തുറന്നു കിടക്ക. എങ്കിലും അവൾ പ്രതീക്ഷയോടെ കുനിഞ്ഞു നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്നത് അവിടെ ഉണ്ടാവുമോ? അപ്പൊ വിശ്വാസത്തിന്റെ ആഴമാണ്. സാഹചര്യം നോക്കിയിട്ടല്ല അവിടെ നിൽക്കുന്നത്. തുറന്ന കല്ലറയാ കണ്ടത്, പക്ഷെ അവൾ നിൽക്കുക, കർത്താവിനെ ഒന്ന് കാണണം, കർത്താവിന്റെ ശരീരമെങ്കിലും ഒന്ന് കാണണം. താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, റെബുനി നീ അവരുടെ ശരീരം എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെയാ വെച്ചത്? ഞാൻ എടുത്തുകൊണ്ടുപോയിക്കോളാം, അല്ലെ? കർത്താവിന്റെ ശരീരം കാണുവാനെങ്കിലും അവൾ കാത്തു നിൽക്കുക. അത് എവിടെയാ വെച്ചതൊന്ന് പറഞ്ഞാൽ മതി, എനിക്കൊന്നത് കാണണം, അത് ഞാനൊന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപകാരമായി ചെയ്ത് അവൾ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ശരീരം ഒന്ന് കാണാനാ. കഴിഞ്ഞ ദിവസം വെച്ചിട്ട് പോയത് അവൾ കണ്ടതാ. ഹല്ലേലൂയ. ആ കർത്താവിനോടുള്ള അമിതമായ സ്നേഹം ഒന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാവരും മാറിപ്പോയപ്പോഴും, എല്ലാവരും ഇട്ടിട്ട് പോയപ്പോൾ തുറന്ന കല്ലറ കണ്ട് എല്ലാവരും മാറിപ്പോയി. പക്ഷെ അവക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, കർത്താവിന്റെ ശരീരം ഒന്ന് കാണണം. ഹല്ലേലൂയ. അത് കണ്ടിട്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ. അവളുടെ വേദനകള് അവളുടെ കരഞ്ഞു തീർക്കുകയാ. ഹല്ലേലൂയ. അവിടെ കരച്ചില് കണ്ടിട്ട് ഹല്ലേലൂയ ഇടയ്ക്ക് കല്ലറയ്ക്കലുള്ള ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ലാതാനും. അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? കർത്താവിനെ ഒന്ന് കാണാൻ. ഹല്ലേലൂയ. കർത്താവ് അവിടെ അടുത്ത് നിൽക്കുക. ഹല്ലേലൂയ. യേശു എന്ന് അറിഞ്ഞില്ല, പക്ഷെ അവൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. തുടർന്ന് അടുത്ത വാക്യത്തിലേക്ക് പറയുന്നുണ്ട്, യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യേശു ആണെന്ന് അവൾക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തോ, ആദ്യം അവൾ ആഗ്രഹിച്ച കല്ലറയ്ക്കൽ ഒന്ന് എത്തണം. ആ കല്ലൊന്ന് ഉരുട്ടി ആര് നമുക്ക് വേണ്ടി മാറ്റുമെന്ന മാറ്റിയിട്ട് ഈ ശരീരം ഒന്ന് കാണുവാൻ വന്നതാ. അവൾ കണ്ടത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാ. അവൾ ആഗ്രഹിച്ചതിന് അപ്പുറമായ ദൈവപ്രവൃത്തി ഒന്ന് കാണുവാൻ തക്കവണ്ണം
നമ്മുടെ ദർശനത്തിന് തടസ്സമായി, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കല്ലുകളെയും, എല്ലാ പ്രതിസന്ധികളെയും ദൈവം പുറമായി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലേ. അതുവരെ ഒന്ന് കാത്തു നിൽക്കാൻ തയ്യാറായി തീരെ. പലപ്പോഴും നമുക്ക് ക്ഷമയില്ല. ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ മറുപടി വേണം. കർത്താവിനോട് നമ്മൾ പറയും, കർത്താവേ നാളെ എനിക്ക് ഈ വിഷയം സാധിച്ചു തരണം, അല്ലെങ്കിൽ ഇന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ സാധിച്ചു തരണം. നമ്മള് സമയമൊക്കെ പറയാ ദൈവത്തിനോട്. പക്ഷെ ദൈവം പറയുന്നത് എന്താ അറിയോ? എന്റെ പൊന്നു ദൈവവൈതലേ, അല്ലെങ്കിൽ നിന്റെ സമയമല്ല എന്റെ സമയം. എനിക്കൊരു സമയമുണ്ട്, അത് തക്ക സമയത്ത് തന്നെ അത് പ്രവർത്തികമാക്കുക തന്നെ ചെയ്യും. നിന്നോടൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനെതിരായി ആർക്കും തടസ്സം വരുത്തുവാൻ പറ്റത്തില്ല, അതിനെതിരായി ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റത്തില്ല. ഞാൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാ, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് ദൈവം അതുപോലെ പറയുകയാ. ഹല്ലേലൂയ. ഉറപ്പോടും ധൈര്യത്തോടും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ കർത്താവിനെ മാത്രമാണ്. അടുത്ത കാര്യത്തിൽ സ്ത്രീ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൾ വന്നത് കർത്താവിന്റെ കല്ലറയ്ക്കലേക്കാ. പക്ഷെ താഴോട്ട് വായിക്കുമ്പോ നമുക്ക് കാണാം, ഹല്ലേലൂയ, പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കാണുവാൻ തക്കോണം അവർക്കിടയായി തീർന്നു. ഈ സന്തോഷം ശിഷ്യന്മാരോട് പ്രഘോഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ദൈവം അവരെ ഏൽപ്പിക്കാൻ തക്കോണം ഇടയായി തീർന്നെന്ന്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, ഉയർപ്പിനെ കുറിച്ച് കർത്താവിനെ അടക്കിയിരിക്കുന്ന ശരീരം കാണുവാൻ വന്നതാ അല്ലേ? ആ ശരീരം ഒന്ന് കാണുവാൻ വന്നതാ. പക്ഷെ അവര് ആഗ്രഹിച്ചത് അതാ, അതിലും അപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി അവിടെ നടക്കുവാൻ തക്കോണം ഇടയായിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രഘോഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ദൈവം അവരെ ഏൽപ്പിക്കാൻ തക്കോണം ഇടയായിരിക്കുന്നു. അവരെ അതിനുവേണ്ടി ദൈവം അവരെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. ചിലതൊക്കെ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും ഈ വേദിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ പറയാ, ചിലതൊക്കെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പിന്മാറി പോകരുത് കേട്ടോ. എന്നെ ഏൽപ്പിച്ച ദൗത്യമാ, അത് ഞാൻ വിശ്വാസത്തോടെ ഹല്ലേലൂയ ചെയ്യുമെന്ന് പറയുക, വിശ്വസ്തയോടെ ഏറ്റെടുക്കുമെന്ന് പറയുക. അപ്പോൾ നമ്മളത് ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൈവമാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അതിന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഞാൻ പല പ്രാവശ്യം 2 or 3 പ്രാവശ്യം ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാനും പലപ്പോഴും മാറി മാറി പോയ വ്യക്തിയാ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ കൂടെ തന്നെ അത് ചെയ്യുവാൻ ശക്തനായ ദൈവമാ. റോയ് പാസ്റ്റർ പെട്ടെന്ന് ലീലാൻഡിയുടെ പേര് ലീഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ലീലാൻഡി എതിർന്നുള്ള ഉടനെ അത് പെട്ടെന്ന് അത് ഏറ്റെടുത്ത് അത് മൂവ് ചെയ്യാനിടയായത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ, ഇങ്ങനെ ലീഡർസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഞാനൊരു എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ഒരു വർഷിപ്പിന് ആളെയാക്കുക, പ്രേയറിന് ആളെയാക്കുക, മെസ്സേജിന് ആളെയാക്കുക, മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, എല്ലാവരെയും വിളിക്കുക, സ്ഥലം കണ്ടെത്തുക, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരോട് അയ്യോ എനിക്ക് പറ്റത്തില്ല, ഞാൻ പറയൂ പറ്റത്തില്ലെന്നൊരു വാക്ക് ഇവിടെ ഇല്ല, എനിക്ക് പറ്റും, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ പലരും മാറിപ്പോകും. ചിലർ മാത്രമാ ഓക്കെ എന്ത് പറഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്. അത് വളരെ സന്തോഷമാണ്. നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാനുള്ളവരല്ല. ദൈവം നമ്മളെ ചെറിയൊരു നമ്മുടെ കാഴ്ചയില് ചെറിയൊരു കാര്യമായിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതുണ്ടല്ലോ, അതിൽ നമ്മൾ ചെറിയ അല്പത്തിലൊന്ന് വിശ്വസ്തരായിരുന്നാൽ മതി. അധികത്തിൽ നമ്മളെ വിചാരകനാക്കുന്ന ദൈവമാ. പക്ഷേ ദൈവം പലപ്പോഴും നമുക്കതിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാല് ഇപ്പൊ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതങ്ങ് പ്രാർത്ഥിക്കും. അല്ലാതെ നമ്മളൊരു സഭയിലോ ഒക്കെ ഒന്ന്, എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പറയാം. അല്ലാതെ സഭയിലോട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാല് അല്പസമയം അവിടെ നിശബ്ദമാകുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ലീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. അപ്പൊ അല്പസമയം അവിടെ നിശബ്ദമാകും. അത് വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവര് പ്രാർത്ഥിക്കട്ടെ. അല്ലാതെ പ്രാർത്ഥിക്കാൻ വിഷയം പറഞ്ഞ് തീരും മുൻപേ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം അല്ലെ? സമയത്തും അസമയത്തും ഒരുക്കമുള്ളവരായി തീരണം. എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ പറ്റൂ. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മടി പിടിച്ച് അലസരായിട്ട് അല്ല ഇരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ആവശ്യം ഉത്സാഹികളെയാ. ദൈവത്തിന് ആവശ്യം എപ്പോഴും റെഡി ആയിരിക്കുന്നവരെയാ. എന്റെ വേല ചെയ്യാൻ ഉത്സാഹത്തോടെ ആയിരിക്കുന്നവരല്ലേ? പ്രാർത്ഥനയിലും ഏത് കാര്യത്തിലും ഉത്സാഹികളെ കർത്താവിന് ആവശ്യം. ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് മടി പിടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ദൈവം ഏൽപ്പിക്കോ? താലന്ത് കൊണ്ട് കുഴിച്ചിട്ടവനെ പോലെ ആകുമല്ലേ? ഹല്ലേലൂയ. അത് വർദ്ധിക്കത്തില്ലെന്നേ. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ തയ്യാറാകുമ്പോഴാ അത് വർദ്ധിക്കാൻ ഇടയായി തീർന്നത്. ഞാൻ ഈ വചനം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാ അല്ലയോ? ആ കർത്താവിനെ കാണുവാൻ ചെന്ന ആ ഒരു സഹോദരിമാരുടെ ജീവിതത്തിൽ ഉണ്ടായത് നോക്കിക്കേ. കർത്താവിന്റെ ശരീരം കാണാൻ ചെന്നതാ, കർത്താവിന്റെ ഉയർപ്പ് കാണാൻ തക്കോണം ഇടയായി തീർന്നു. ആ ഒരു അത്ഭുത പ്രവൃത്തി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കാൻ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതല്ലേ? കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച്, പുനരുദ്ധാരത്തെ കുറിച്ച് ശിഷ്യന്മാരെ അറിയിക്കുവാനുള്ള ദൗത്യം അവരെ ഏൽപ്പിച്ചത്.
ഓർത്ത് നോക്കിക്കേ, ആർക്കും ലഭിക്കാത്ത ഒരു ദൗത്യമല്ലേ. നമ്മൾ സാഹചര്യം നോക്കാതെ വിശ്വസിക്കാൻ തയ്യാറായാല് നമുക്ക് വേണ്ടി അതുവരെ പ്രവർത്തിക്കാത്ത ദൈവപ്രവൃത്തി കാണുമെന്നൊക്കെ മറ്റുള്ളവരിൽ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നല്ല പറഞ്ഞത്. നിനക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യാൻ ശക്തനാണെന്ന്, അതുപോലെ എന്റെ ജീവിതത്തിൽ ചെയ്യണമെന്നില്ല. പഴയതല്ലെന്ന്, പുതിയതൊന്നും ചെയ്യാൻ ശക്തനായ ദൈവമാ. നിനക്ക് വേണ്ടി വഴിയില്ലാത്തടുത്ത് വഴി ഉണ്ടാക്കുവാൻ ശക്തനാ. അല്ലേ? ചെങ്കടലിൽ കൂടെ വഴിയില്ല, അവിടെ വഴി ഒരുക്കാൻ ശക്തനാ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി വഴി ഒരുക്കാൻ ശക്തനായ ദൈവമാ. അല്ലെങ്കിൽ നാം നോക്കുന്നത് ചെങ്കടൽ, അതിന് മുന്നിൽ ഒരു വഴി ഒരുക്കാൻ പറ്റത്തില്ല. വേണ്ടുന്ന സാഹചര്യം നീ നോക്കണ്ട, ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. നിനക്ക് വേണ്ടി വഴി ഒരുക്കാൻ ശക്തനായ ദൈവം. പിന്നീട് ഒരിക്കലും അങ്ങനെ ചെങ്കടൽ വഴി ഒരുക്കിയതായിട്ട് വിശുദ്ധ ബൈബിളിൽ കാണുന്നില്ല പ്രിയ ദൈവമക്കളെ. അവർക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ തയ്യാറായ ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്നതോടൊപ്പം പുതിയതൊന്ന് നമുക്ക് വേണ്ടി ചെയ്യുമെന്നേ. അവർക്ക് ചെയ്തതുപോലെ നിനക്ക് ചെയ്യുവാനല്ല. കർത്താവേ, നീ അവർക്ക് അത് കൊടുത്തല്ലോ, അതുപോലെ എനിക്കും തരണമേ. അത് നൽകി പ്രാർത്ഥിക്ക്. അതിന്റെ അപ്പുറം ശ്രേഷ്ഠകരമായത് എന്നിലും നിന്നിലും ചേരുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. വചനത്തെ കുറിച്ച് അവരോട് അവരെ ഉപയോഗിച്ചെങ്കിൽ നമ്മളെ ശക്തനായ ദൈവമാ. പക്ഷെ നമ്മള് ആ സാഹചര്യങ്ങളെ നോക്കാതെ വേണം വിശ്വസിക്കാൻ തയ്യാറാകണം. ചിലത് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. കർത്താവ് എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുവാനൊന്ന് തയ്യാറാകണം. അനുസരിക്കുവാൻ പ്രായം ഒരു വിഷയമല്ല, നമ്മുടെ ആരോഗ്യം ഒരു വിഷയമല്ല, നമ്മുടെ സൗന്ദര്യം ഒരു വിഷയമല്ല, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല ദൈവം ഏൽപ്പിക്കുന്നത്. നിന്റെ ആരോഗ്യം നോക്കിയിട്ടല്ല, നിന്റെ സമ്പത്ത് നോക്കിയിട്ടല്ല, നിന്റെ പാരമ്പര്യം നോക്കിയിട്ടല്ല. വിശ്വസിക്കണം. അപ്പച്ച, എന്റെ വിഷയത്തിന്റെ ഈ പ്രവർത്തിക്കുവാൻ ശക്തരാണെന്ന് ഞാൻ സാഹചര്യങ്ങളെ നോക്കാതെ വിശ്വസിക്കുന്നു. സാഹചര്യങ്ങളെ നോക്കിയാൽ ഇതിനെനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, ഇതിനൊരു മറുപടിയില്ല, ഇതിനൊരു പ്രതിവിധി ഇല്ലെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ നീ സാഹചര്യം നോക്കണ്ട. ഹല്ലേലൂയ. സാഹചര്യം നോക്കാതെ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നിൽ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. പലപ്പോഴും സാഹചര്യം നോക്കി വിങ്ങി പൊട്ടാറുണ്ടല്ലേ. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് മീറ്റിംഗിൽ കയറിയപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും ഞാനത് പറയാറുണ്ട്, എന്റെ കുഞ്ഞിന്റെ കാര്യം. അന്നൊക്കെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ മോൾ ഇപ്പൊ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ രണ്ടാമത്തെ മോളുടെ അഡ്മിഷന് വേണ്ടി ദൈവസന്നിധിയിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാഹചര്യം നോക്കിയാൽ ഒന്നും പ്രാർത്ഥിക്കാൻ ഒന്നുമില്ല. ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു ദൈവമാണെന്ന് ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ശൂന്യമായ പടകിനെ നിറയ്ക്കുക മാത്രമല്ല, ചെറുപടകിനെ കൂടെ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ കയ്യിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശൂന്യതയെ നോക്കി പ്രാർത്ഥിക്കണം, ശൂന്യതയെ നോക്കി കൽപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം അത് നിറയ്ക്കുവാൻ ശക്തനാണെന്ന്. അല്പം ആക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. അവർ വിഷമിച്ച് കാണുമല്ലേ. പക്ഷെ നിറഞ്ഞൊരു പടക് വന്നപ്പോൾ അവർക്ക് ആർക്ക് സന്തോഷിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലേ. കണ്ണുനീരോടെ ആയിരിക്കാം നീ പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ നിന്റെ കണ്ണുനീര് നാളത്തെ നിന്റെ ആനന്ദം. ഹല്ലേലൂയ. നീ ഇന്ന് കണ്ണുനീരോടെ അപ്പന്റെ പാദമെടുത്ത് ഇരുന്നെങ്കിൽ നാളെ നിനക്ക് ആനന്ദിക്കാൻ പറ്റത്തുള്ളൂ. ദൈവവൈതലേ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ആനന്ദമല്ല, നിനക്ക് സന്തോഷമല്ല. ഇന്ന് നീ കണ്ണുനീരോടെ ഒന്ന് അപ്പന്റെ പാദമെടുത്ത് ഇരിക്കുക. അതിന്റെ മറുപടി അടുത്ത നിമിഷം സന്തോഷകരമായ. ഹല്ലേലൂയ. അതിന് പറയുന്നുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അപ്പോടെ കൊയ്യുമെന്നല്ലേ. വിതയ്ക്കുമ്പോൾ ഒരു കണ്ണുനീരാ, പക്ഷെ കൊയ്യുമ്പോഴോ ഒരാർപ്പിന്റെ ധ്വനിയാ. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിൽ കണ്ണുനീരായി ഭാരപ്പെടേണ്ട. നീ ചിന്തിച്ചോളം പ്രിയ ദൈവത്തിലെ, ഇന്ന് ഞാൻ കരയുന്നെങ്കിൽ ആ വിഷയത്തിൽ ഒരു അത്ഭുത ദൈവപ്രവൃത്തി നാളെ ഞാൻ കണ്ട് സന്തോഷിക്കും. ദൈവത്തെ നന്ദി കരയറ്റുവെന്നോടെ ഇടയായിട്ടു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഹൃദയനുറുക്കത്തോടെ ആയിരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം ശക്തമായി പറയുക, ഇന്ന് രാത്രിയിൽ നെടുവേർപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയ വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയുക, നാളെ നിനക്ക് അതിന് ദൈവം മറുപടി അയക്കുവാൻ പോകും. ഇതിന്റെ ഈ നെടുവേർപ്പ് നാളെ ആശ്വാസകരമായി തീരാൻ പോകുക. കണ്ണുനീരെ തുടച്ചു നീക്കുവാൻ പോകുക സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കാതവണ്ണം വിശ്വസിക്കാൻ തയ്യാറാകണം. സാഹചര്യങ്ങളെ നോക്കാതവണ്ണം പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഒരു വചനം കൂടെ ഞാൻ വായിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3:17 വാക്യം.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3:17. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതിന്റെ തൊട്ട് മേളിലെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിനല്ലേ. ആ സാഹചര്യം നമുക്കറിയാം. പറയാം, കർത്താവ് യഹോവ ഇങ്ങനെ പറയുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടും. പക്ഷെ കുഴികളെ വെട്ടിയാ മതിയോ? അല്ലല്ലോ, അത് വെള്ളം കൊണ്ട് നിറയണം. വെള്ളം നിറയാൻ ഒരു സാഹചര്യവും അവിടെ ഇല്ല. മഞ്ഞില്ല, കാറ്റില്ല, മഴയില്ല, ഒന്നുമില്ല. സാഹചര്യങ്ങളെ നോക്കിയാൽ നീ കുഴി വെട്ടത്തില്ലെന്നേ. ഹല്ലേലൂയ. സാഹചര്യം നോക്കാതെ ഈ കുഴികളെ വെട്ടുന്നുവെങ്കിൽ നിനക്ക് മാത്രമല്ല, തൊട്ട വാക്യം നിങ്ങളുടെ ആടുമാടുകൾക്കും നിങ്ങളുടെ യേശുവിന്റെ രക്തത്താലെ ജയം. സാഹചര്യങ്ങളെ നോക്കരുത്. നിനക്ക് ജീവിതത്തിൽ കാറ്റുണ്ടാവത്തില്ല, മഴ ഉണ്ടാകത്തില്ല, ഒരു നിറവിന്റെ അവസ്ഥ കാണത്തില്ല, വരണ്ട അവസ്ഥയായിരിക്കാം, മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം, നിർജ്ജന പ്രദേശത്തിന്റെ അവസ്ഥയായിരിക്കാം. പക്ഷേ അതിനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഒന്ന് വെട്ടാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അതിനെ നിറയ്ക്കും. കാറ്റുണ്ടല്ലോ എങ്കിൽ വെട്ടാം, ഇത് വെള്ളം നിറയും. നോ, അതല്ലല്ലേ. സാഹചര്യം നോക്കണ്ട. മഴയുണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, മഴ പെയ്താൽ ഒരു കുഴി കുട്ടുക, എന്തായാലും കുഴി കുഴിച്ച കുഴിയിൽ വെള്ളം നിറയും അല്ലെ. അപ്പൊ അത് ദൈവപ്രവൃത്തി എന്ന് നമ്മൾ വിശ്വസിക്കുവോ? ഇല്ല. പക്ഷെ പ്രവർത്തിക്കാൻ സാഹചര്യം ഇല്ലാത്തടത്ത്, സാധ്യത ഇല്ലാത്തടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. നിന്റെ സാഹചര്യം നിനക്ക് അനുകൂലമല്ല. ഹാലയിലെ കുഴികൾ വെട്ടാൻ നിനക്ക് ഒരു ചിന്തയുമില്ല. കാരണം അവിടെ വെള്ളം കുടിക്കുവാൻ ഒരു സാഹചര്യമില്ല, ഒരു കാറ്റില്ല, ഒരു മഴയില്ല, ഹാലയിലെ ഒരു നീരുറവ അടുത്തില്ല. പക്ഷേ ഈ കുഴികളെ വെട്ടുവാൻ തയ്യാറാണ്. ഈ ദൈവത്തിന്റെ വാക്ക് കേട്ട് അതുപോലെ ചെയ്യുവാൻ തയ്യാറാണ്. കുഴി വെട്ടാൻ പറഞ്ഞ നീ വെട്ടിക്കോടും. ഹല്ലേലൂയ. കർത്താവേ, മഴയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. നിന്നോട് കുഴി വെട്ടാൻ അത് നിറയ്ക്കുവാനും ശക്തനായ ദൈവമാ. അതിന്റെ അസാധ്യതകളെ നോക്കുക. നിന്നോട് വെട്ടുവാൻ പറഞ്ഞു. വെട്ടുവാൻ നീ തയ്യാറാണോ? അത് നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവമാ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച, ഒത്തിരി ബലപ്പെടുത്തിയ വചനമായത്. ഹല്ലേലൂയ. നീ താഴെ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങൾ കുടിക്കത്തക്കവണ്ണം. കുഴി വെട്ടുന്നവർക്ക് മാത്രം കുടിക്കത്തക്കവണ്ണം എന്നല്ല വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾക്കും കുടിക്കത്തക്കവണ്ണം, നിങ്ങൾ ആടുമാടുകൾക്ക്. ഓർത്ത് നോക്കിയ കർത്താവിന്റെ ഒരു ദൈവപ്രവൃത്തി എന്ന് ഓർത്ത് നോക്കിയ. നമ്മൾ പലപ്പോഴും വചനം വായിച്ചിട്ട് അതിന് ആഴത്തിലേക്ക് ചിന്തിക്കാൻ തയ്യാറാകത്തില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്, എനിക്കൊരു വചനം വായിച്ചിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നതല്ലായിരിക്കും, വേറൊരു ചിന്തയായിരിക്കും ദൈവാത്മാവ് നിങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ കാര്യങ്ങളും ഒരു വചനത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഒറ്റ വാക്യത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ വചനത്തിൽ തന്നെ ദൈവം ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള വെളിപ്പാടുകളെ, ദർശനങ്ങളെ തന്നെ അതിൽ നിന്ന് തന്നെ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ വചനത്തിൽ തന്നെ പറയാം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വര നിങ്ങൾ എവിടെ നിൽക്കുന്നോ ആ താഴ്വരയിൽ, അത് വരണ്ട താഴ്വരയാ അല്ലെ, അവിടെ ഒരു മഴയും കാറ്റൊന്നുമില്ല. പക്ഷെ ഈ വേറെ മഴ ഉള്ളിടത്ത് പോയിട്ടോ നീരുറവ ഉള്ളിടത്ത് പോയിട്ടോ കുഴി വെട്ടാനല്ല പറഞ്ഞു. നിങ്ങൾ എവിടെ നിൽക്കുന്നോ ആ സാഹചര്യത്തിൽ പോലും ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന്. നീ നിൽക്കുന്ന സാഹചര്യത്തില് ദൈവപ്രവൃത്തിക്ക് സാധ്യത കാണത്തില്ല. നീ നിൽക്കുന്ന സാഹചര്യത്തില് നിനക്ക് വേണ്ടി യാതൊരു നന്മയും കാണത്തില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും യാതൊന്നും കാണത്തില്ല. പക്ഷേ നീ നിൽക്കുന്നിടത്ത്, നീ ഏത് സാഹചര്യമാണോ ആ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. പക്ഷെ ദൈവം പറയുന്നതെന്ന് അനുസരിക്കാൻ തയ്യാറാകണം. ദൈവത്തെ ചോദ്യം ചെയ്യരുത്, ദൈവത്തിനോട് മറുതലിച്ച് നിൽക്കരുത്, ദൈവത്തോട് പിറുപിറുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്, നിന്റെ സാഹചര്യങ്ങളെ നോക്കരുത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നോക്കുന്നത് സാഹചര്യങ്ങളെയാ. സാഹചര്യങ്ങളെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല എങ്ങനെ ആയിത്തീരുമെന്ന്. ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കിയാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യുവാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പറയും, നീ സാഹചര്യത്തെ നോക്കണ്ട, നിനക്ക് സാഹചര്യം ഒരു അനുകൂലമാക്കി തരുന്നത് ഞാന്. കാരണം ഞാനാ നിന്നെ വിളിച്ച് വേർതിരിച്ചത്, ഞാനാ നിന്നോട് കൽപ്പിക്കുന്നത്. മനുഷ്യരുടെ മുഖം കണ്ടിട്ടല്ലല്ലോ നീ ഇറങ്ങിയത്, എന്റെ മുഖം കണ്ടിട്ടല്ല ഇറങ്ങിയത്. നിന്നെ വിളിച്ച് വേർതിരിക്കുവാൻ ഞാൻ ശക്തനായെങ്കിൽ നിന്നെ നടത്തുവാനും ശക്തൻ ഞാൻ തന്നെയാ. നിനക്ക് തലമുറകളെ തന്നത് ഞാനാണെങ്കിൽ അവർക്ക് വേണ്ടി
എനിക്ക് ഒരു മടിയിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പറയുന്നതോടെ തീരും. നീ കരയുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റമില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് മറുപടി അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് മറുപടി അയക്കുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മൾ കരയുന്നത് മറ്റുള്ളവർ കാണത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണുനീര് മാത്രമേ വരത്തുള്ളൂ, വാക്കുകൾ നമ്മുടെ പുറത്തേക്ക് വരത്തില്ല. കാരണം അത്രമാത്രം നെടുവീർപ്പൂടെയാ നമ്മുടെ ഹൃദയമായിരിക്കുന്നത്. വാക്കുകളില് ഒന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയത്തില്ല. എല്ലാ സാഹചര്യത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ചില സാഹചര്യങ്ങള് അത്രമാത്രം ശോധനയേറിയതും കഠിനമേറിയതുമായിരിക്കും. തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും. കാരണം അടുത്ത നിമിഷം എന്തെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തിക്കാൻ പറ്റത്തില്ല, നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് വാക്കുകളൊന്നും പുറത്തു വരത്തില്ല. നമ്മൾ കരയുന്നത് നമ്മുടെ സമീപത്തിരിക്കുന്നവർ കാണത്തില്ലായിരിക്കാം. അവര് കാണാതെ നമ്മൾ ഒതുക്കി ഒക്കെ പിടിച്ച് കരയും. പക്ഷെ നീ എത്ര ഒതുക്കി പിടിച്ച് കരഞ്ഞാലും, മുഖം മറച്ച് കരഞ്ഞാലും, അത് മാറി നിന്ന് കരഞ്ഞാലും, വാതിലടച്ചിട്ട് കരഞ്ഞാലും, നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഏത് സാഹചര്യത്തിലാണെന്ന് ദൈവത്തിനറിയാം. ആ സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു വഴി കൂടെ ദൈവം നിനക്ക് വേണ്ടി നിന്റെ മുൻപിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഒരു സാഹചര്യത്തിൽ എത്തിക്കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധിയുടെ നടുവിലാ നിൽക്കും. ഞാനും എന്നെ അടക്കമാട്ടോ വചനം ശുശ്രൂഷിക്കും. ഞാൻ എന്നെ കൂടെ എന്നോടും കൂടെയാണ് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും കൂടെ ഈ വചനം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു നിൽക്കുന്നത്, ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മളെങ്കിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ആയിരിക്കുന്നത് ദൈവം അറിയാതെയല്ല. നമ്മുടെ ദൈവം അറിയാതെ നമ്മളൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നില്ല, ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നില്ല, ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ല, ഒരു തീച്ചുളയിലൂടെയും ദൈവം അറിയാതെ നമ്മൾ കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. നമ്മളൊരു കഷ്ടതയുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഈ കഷ്ടതയെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ കൂടെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അപ്പുറം ഒരു ദൈവസ്ഥാനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. നിന്റെ നിലവിളി വെറുതെ ആയി തീരത്തില്ലെന്ന്. നിന്റെ സാഹചര്യത്തിൽ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. താഴ്വരയിൽ കുഴിവെട്ടാൻ പറഞ്ഞു ഏലിയാവിനോട് ചോദിച്ചില്ല, അയ്യോ ഇവിടെ മഴയില്ലല്ലോ, എന്തിനാ കുഴി വെട്ടുന്നത്, നിറയത്തില്ല ചോദിച്ചോ? ഒന്നും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞു, എതിർവാക്കൊന്നുമില്ല. അതുപോലെ അനുസരിക്കുമ്പോഴാ ദൈവം അതിന് ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരുന്നത്. അതുപോലെ ഒന്ന് അനുസരിച്ചാൽ അനുഗ്രഹം ഉറപ്പാ. പക്ഷെ അനുസരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പലപ്പോഴും താഴാൻ കഴിയത്തില്ല. പലപ്പോഴും വചനത്തിന്റെ മുൻപിൽ കീഴ്പ്പെടാൻ പറ്റത്തില്ല. നമ്മൾ എന്തൊക്കെയോ ആയെന്നൊരു ഭാവം, ഇങ്ങനെയൊക്കെ മതിയെന്നുള്ള ചിന്ത, ഞാൻ എന്തൊക്കെയാണ്, എന്നിൽ കൂടെ പലതും ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്ത, അതിന് പ്രകാരം ചെയ്ത് അങ്ങനെ ആയിത്തീരത്തില്ല. ഇങ്ങനെ ചെയ്താലേ നമ്മൾ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ നമ്മൾ തന്നെ അങ്ങ് മെനഞ്ഞെടുത്തോ. പക്ഷെ പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും നമുക്ക് വേണ്ടി ഒരുക്കുവാൻ തയ്യാറാകുന്നത്. ഹല്ലേലൂയ. ചില വഴികളൊക്കെ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. പക്ഷെ അതിനു മുന്നമേ ചിലത് നമ്മൾ ചിലപ്പോൾ കണ്ടുവെക്കും. ഇന്ന വഴികൾ ഇന്നതൊക്കെ അല്ലേ? ചിലർക്കൊക്കെ ഇത് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, പക്ഷെ അതൊന്നും നടക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു വഴിയുണ്ടല്ലോ, അതേ നടക്കത്തുള്ളൂ. അനുഭവത്തിൽ നിന്ന് പറയാ, ഈ ദിവസങ്ങളെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ പറയുക. ഹല്ലേലൂയ. നമ്മൾ പറയോ ഇന്നത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, ചിന്തിച്ച് നമ്മളിങ്ങനെ മനസ്സിൽ കണക്കൂട്ടുക, പ്ലാൻ ചെയ്യുക. പക്ഷെ കർത്താവ്, നിന്റെ പ്ലാൻ അല്ല നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. നിന്റെ പ്ലാനിന് അപ്പുറമായിട്ട് എന്റെ ഒരു പ്ലാൻ നിനക്ക് വേണ്ടി. ഞാൻ നിന്നെ അമ്മയുടെ വയറ്റിൽ ഒരു ഭാവതരുവിനെ കണ്ടതല്ലേ? അതുകൊണ്ട് നിന്നെ കുറിച്ച് എനിക്കൊരു പ്ലാനും പദ്ധതിയും ഉണ്ടല്ലേ? അതിന് പ്രകാരം അതിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നിന്റെ പ്ലാനൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവഗീതത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കെ. കർത്താവേ, അങ്ങയുടെ ഗീതപ്രകാരം എന്റെ ജീവിതത്തിൽ ഒന്ന് ചിലതൊന്ന് സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കേ. അങ്ങനെയെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാൻ തക്കോളം ഇടയായി തീരും. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന് മധ്യത്തിലും ദൈവം മറുപടി തരുവരത്തിലും. പക്ഷെ ചിലതിനെയൊക്കെ വിട്ട് കളയണം. ആർക്കും ഭാരോ വിഷമോ ഒന്നും തോന്നരുത്.
എന്റെയും നിന്റെയും ജീവിതത്തില് അനുഗ്രഹത്തിന് തടസ്സമായിട്ട്, പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശോധന ചെയ്തോണം. ഈ ജീവിതത്തില് ചിലതിനെയൊക്കെ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ ചിലതിനെ മുറുകെ പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഇത്രനാളും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെന്ന് കർത്താവിനോട് പരാതി പറയരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് തടസ്സമായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശോധന ചെയ്തോണം. എവിടെയെങ്കിലും അനുസരണക്കേട് ഉണ്ടോ എന്ന് ശോധന ചെയ്യണം. അപ്പൻ പറയുന്ന പാതയിൽ കൂടെയാണോ നടക്കുന്നത്? അപ്പൻ പറയുന്ന പാതയിൽ കൂടെയാണോ നിന്റെ സഞ്ചാരമെന്ന് ഒന്ന് ചിന്തിച്ചോണം. കാരണം നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ മറച്ചു പിടിച്ചിട്ട് ഒന്നും നടക്കത്തില്ല. ദൈവത്തെ മറച്ചു പിടിച്ചിട്ട് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ശോധന ചെയ്തിട്ട് പൂർണ്ണമായ ഒരു സമർപ്പണ ബോധത്തോടെ അപ്പന്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയിൽ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗങ്ങൾ വാഹനങ്ങൾ കുടിക്കത്തക്കണം വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ദൈവം നമുക്ക് വേണ്ടി ഇത് മാത്രമല്ല അതിലപ്പുറമായി തരുവാൻ ശക്തനാ. അല്ലെങ്കിൽ കുഴികൾ വെട്ടി അതിനെ നിറയ്ക്കുവാൻ മാത്രമല്ല അപ്പന് കഴിയുന്നത്. ചിലത് നീ നിനയ്ക്കാത്തത് കൂടെ നിന്റെ കരത്തിൽ തരുവോ. നീ ശക്തന്, നിനക്ക് ശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നീ ചിലത് നിലച്ചു കാണത്തില്ല, ചിലത് ആഗ്രഹിച്ചു കാണത്തില്ല, അതിലപ്പുറമായത് നിന്റെ കരത്തിൽ തരുവോ. ദൈവശക്തനായ ദൈവമാ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രശ്നത്തെ നമ്മൾ വലുതായി കാണുമ്പോൾ ആ പ്രശ്നത്തിന് വലിയവനായ ഒരു ദൈവമാ നമ്മുടെ കൂടെ ഉള്ളതെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കരുത് പ്രിയ ദൈവമക്കളെ. വീണ്ടും വീണ്ടും ഞാൻ പറയുക, സാഹചര്യങ്ങളെ നോക്കാതെ വേണം വിശ്വസിക്കാൻ തയ്യാറാകണം. കുഴികൾ വെട്ടാൻ പറഞ്ഞ് സാഹചര്യം നോക്കിയിരുന്നെങ്കിൽ കുഴിയും വെട്ടത്തില്ല, അവിടെ അവർ നിത്യത്വമില്ല. ഹല്ലേലൂയ. അവർക്ക് തൃപ്തി പ്രാപിപ്പാനും കഴിയത്തില്ല. പക്ഷേ കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരുവാനിടയായി തീർന്നു. അനുസരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കോണമിടയും. പക്ഷെ അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നമ്മൾ തന്നെയാ. ഹല്ലേലൂയ. വചനം പറയുന്നത് അതുപോലെ ഒന്ന് അനുസരിക്കുക. ചിലതൊക്കെ മാറ്റിവെച്ചോ, അതനുസരിക്കാൻ പറ്റത്തില്ല, ഇതായിരുന്നെങ്കിൽ ഞാൻ നോ, അതല്ല. ദൈവം എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കാൻ തയ്യാറാകണം. ചില ദൂതുകള് വാക്തത്വങ്ങളൊക്കെ നമ്മളോട് ദൈവാത്മാവ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ അത് അതുപോലെ അനുസരിക്കാൻ എനിക്ക് കഴിയത്തില്ല, ഇന്നത് എന്റെ ജീവിതത്തിലുള്ളതല്ല. പക്ഷെ അതിന് തടസ്സമായിട്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത് നമ്മൾ എടുത്തു കളഞ്ഞോണം, അത് നമ്മൾ വിട്ടു കളഞ്ഞോണം. എന്നിട്ട് ആ ദൂതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളെ നമ്മൾ തന്നെ മാറ്റിയിട്ട് ചിലപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പലതും നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പലതും നമ്മൾ മറന്നുപോകും. ചില അനുസരണക്കേട് നമ്മൾ മറന്നുപോകുന്നതാണ്. പക്ഷെ കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവെ ഈ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്റെ ജീവിതത്തിൽ എന്തുണ്ട്? അല്ലെങ്കിൽ അപ്പാ നീ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. ഈ ദർശനത്തിൽ ഈ ദൂതിന് ഈ വാക്തത്വം എന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കത്തക്കവണ്ണം എന്റെ ജീവിതത്തിൽ എന്തുണ്ട്? അപ്പനൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് തീർച്ചയായിട്ടും സംസാരിക്കാൻ തയ്യാറാകും. നമ്മളൊന്ന് അനുദപിക്കാൻ ഇടയായാൽ മതി, നമ്മൾ അനുദപിക്കാൻ തയ്യാറായാൽ മതി എന്ന് അപ്പൻ മനസ്സലിവുള്ള ദൈവമാ, അപ്പൻ കരുണയുള്ള ദൈവമാ. നമ്മുടെ ദൈവം ഹൃദയത്തെയും ഹൃദയവിരിവുകളെയും അറിയുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പന്റെ മാറോടൊന്ന് ചേർന്നിരിക്കാൻ നമുക്ക് അപ്പന്റെ ഹൃദയങ്ങളെ ഒന്ന് അറിയാം. ഹല്ലേലൂയ. ആ ആഗ്രഹങ്ങളെ അറിഞ്ഞുകൊണ്ട് ആ ആഗ്രഹത്തിന് അനുസരിച്ച് ജീവിക്കാൻ തക്കോണം ഇടയായി തീരട്ടെ. നോഹയുടെ ജീവിതത്തിലേക്ക് ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല, പറഞ്ഞു വരട്ടെ. നോഹയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. അല്ലെങ്കിൽ നോഹയോട് കർത്താവ് പറഞ്ഞത് എന്താ? അല്ലേ, പെരുവെള്ളം വരുന്നുണ്ട്, വെള്ളപ്പൊക്കം വരുന്നുണ്ടെന്നൊക്കെ പറയാനിടയെ. പക്ഷെ അന്ന് വരെയും നോഹയുടെ ജീവിതത്തിൽ മഴ കണ്ടിട്ടില്ല, മഴ എന്താന്ന് കേട്ടിട്ടില്ല. പക്ഷെ അവൻ പ്രസംഗിക്കുന്നത് എന്തുവാ? മഴ വരും, നിർത്താതെ മഴ വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു എന്നൊക്കെ പ്രസംഗിക്കുക. എന്ത് കണ്ടിട്ടാ? കർത്താവിന്റെ വാക്ക് അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായി. അവൻ കണ്ടിട്ടില്ല, മഴയെ കണ്ടിട്ടില്ല, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. പക്ഷെ രോഗി അത് അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായി. കാണാത്തത് അവന്റെ ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തതാ. പക്ഷെ അത് അവൻ എത്രമാത്രം ആഴത്തിലാണ് വിശ്വസിച്ചത്. അത് അവന്റെ ജീവിതത്തിൽ നടക്കോളം അത് പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവൻ തയ്യാറായി. അവന്റെ കുടുംബത്തെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുവാൻ തയ്യാറായി. അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം, അന്ന് വരെ അവൻ കേട്ടിട്ടില്ലാത്തൊരു കാര്യം, അന്ന് വരെ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാത്തൊരു കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ അപ്പൻ എന്ത് പറഞ്ഞോ അതുപോലെ അനുസരിക്കുക. നമ്മളൊക്കെ ഇന്ന് വരെ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമോ അത്
അതിന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കും. അവർ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ഇനി എങ്ങനെ സംഭവിക്കാനാ, അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന്. പക്ഷെ അവൻ അതിനകത്തൊന്നും വറീഡായില്ല, അവൻ അതിനകത്തൊന്നും ചിന്തിച്ചില്ല. ശരിക്കും ചിന്തിച്ചത്, കർത്താവ് എന്നോട് എന്ത് പറഞ്ഞു അത് പറക, അല്ലെ, അത് ഞാൻ അനുസരിക്കുന്നു, അതിൻ പ്രകാരം ഞാൻ ജീവിക്കുന്നു. അതുവരെ കാണാത്ത കാര്യത്തെ കുറിച്ച് അത്രമാത്രം അവൻ വിശ്വസിച്ചു, അല്ലെ. അതുവരെ മഴ കണ്ടിട്ടില്ല, അതിനകത്ത് വെള്ളപ്പൊക്കം, അത് അവൻ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായി. എത്ര പേർക്ക് പറ്റും? കർത്താവ് പറയുന്നത്, ഇതുവരെ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച്, ഇതുവരെ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളോട് ദൈവ ദർശനത്തിൽ കൂടി സംസാരിച്ചാൽ, നമ്മളോട് ദൂതായി സംസാരിച്ചാൽ എത്ര പേർക്ക് അത് അതുപോലെ ഏറ്റെടുക്കാൻ പറ്റും? പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. നമ്മൾ സാഹചര്യങ്ങളെയാ നോക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനി സംഭവിക്കുവാനോ എങ്ങനെ സാധിക്കാനോ? ഇതുവരെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. നോക്കി നമ്മൾ പിന്നിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഇതുവരെ കാണാത്ത എന്തെല്ലാം സംഭവ വികാസങ്ങളാ നമ്മുടെ കാതിൽ കേൾക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്തൊക്കെ കാര്യങ്ങളാ. പണ്ടത്തെ കാലത്തെ പോലെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കണ്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ നോഹയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴല്ലോ, നോഹ കർത്താവിനെ അതുപോലെ വിശ്വസിച്ചപ്പോൾ, നോഹ ദൈവം പറഞ്ഞ് അതുപോലെ അനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറായപ്പോൾ നോഹയുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. അത് കുടുംബത്തിനുള്ള വിടുതലിന് കാരണമായി തീർന്നു. അല്ലെങ്കിൽ അനുസരിച്ചപ്പോൾ, അതുപോലെ ചെയ്യുവാൻ തയ്യാറായപ്പോഴാ. അല്ലെങ്കിൽ സാഹചര്യം നോക്കി, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി, അവരുടെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് നോഹ ഇരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ നോഹയുടെ കുടുംബം പോലും പട്ടുപോകുവാനിടയായി തീരും. അല്ലെങ്കിൽ രോഗ സാഹചര്യത്തെയോ അവന്റെ മുന്നിലുള്ള അറിവിനെയോ പരിചയ സമ്പത്തിനെയോ അല്ലെങ്കിൽ ഒന്നും അവൻ വകവെച്ചില്ല. എനിക്കിത് പരിചയമില്ലാത്ത കാര്യമാ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമാന്ന് പറഞ്ഞ് ദൈവത്തിന് മാറിപ്പോയിട്ടില്ല. എനിക്ക് ഇതുവരെ പരിചയമില്ലാത്തതായിരിക്കും നിന്നിൽ കൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നത്. പരിചയമില്ലെന്ന് നീ അത് ചെയ്തോണം. ഹാലലിയ. നിനക്ക് പാരമ്പര്യം പറയാൻ ഒന്നും കാണത്തില്ല. പറയും, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കേട്ടതേ ഉള്ളൂ, ഇന്ന് ഞാൻ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറാകണം. അതുപോലെ വിശ്വസിക്കാൻ തയ്യാറാകണം. കാരണം ദൈവം അത് പറഞ്ഞാൽ അതുപോലെ നിവർത്തിക്കുന്ന ഒരു ദൈവം. ഹാലലിയ. നോഹ അതുപോലെ ചെയ്തെങ്കിൽ, അവന്റെ കുടുംബത്തിന് വിടുതലായി തീർന്നെങ്കിൽ, ഇതുവരെ സംഭവിക്കാത്തത് ദൈവപ്രവൃത്തി എന്നിലൂടെയും നിന്നിലൂടെയും ചെയ്യുക. ദൈവം ശക്തനായ ദൈവമാ. അവൻ നിങ്ങളെ വഴി നടത്തുവാൻ തന്നെ ചെയ്യും. അവൻ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം. പക്ഷെ സാഹചര്യങ്ങളെ നോക്കി അവിശ്വസിക്കരുത്. സാഹചര്യങ്ങളെ നോക്കി മടിച്ചു നിൽക്കരുത്. സാഹചര്യങ്ങളെ നോക്കി പിന്മാറിപ്പോകരുത്. സാഹചര്യങ്ങളെ നോക്കിയാല് ഹാലലിയ പിന്മാറിപ്പോകാനേ സമയമുള്ളൂ. എന്നേ പിന്മാറിപ്പോയേ കാണും. ഞങ്ങള് കർത്താവിന്റെ പേര് ഈ മെസ്സേജ് പറയുന്നതിന്റെ ഇടയിൽ ചില അനുഭവങ്ങൾ ഇങ്ങനെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ജീവിതത്തില് വിശ്വാസ വർധനയ്ക്ക് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ തനിച്ചിങ്ങനെ പാർക്കുന്ന സമയത്ത് ഒത്തിരി ഇടുക്കവും ഞെരുക്കവും ഒക്കെ വന്നു. ഞാൻ പിന്നെ കുഞ്ഞിന് മൂത്ത മകളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഒത്തിരി സാമ്പത്തിക ഞെരുക്കം വന്നു. ഒത്തിരി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഞെരുക്കം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അന്നൊന്നും ഞാൻ പൂർണ്ണമായിട്ട് ദൈവസ്ഥലത്ത് ദൈവവേലയ്ക്ക് ഏൽപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഹസ്ബൻഡ് ദൈവവേല ചെയ്തു, കൂടെ പോകുന്നു, അത്രമാത്രമുള്ള ഒരു കാര്യമേ എന്റെ ജീവിതത്തിൽ അന്നൊക്കെ ഉള്ളൂ. പക്ഷെ അത്രമാത്രം എനിക്കൊരു വിശ്വാസത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്നവളൊക്കെ തന്നെയാണ്. പക്ഷെ അഭിഷേകം പ്രാപിച്ചു. പക്ഷെ ദൈവവേലയോടുള്ള അമിതമായ ഒരു ആഗ്രഹം ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഒത്തിരി പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു. അപ്പൊ ഞങ്ങൾ പലപ്പോഴും ഞാനും ഹസ്ബൻഡും കൂടെ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട്, നമുക്കിത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം. ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പല രാത്രികളിൽ ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ പലപ്പോഴും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് ചിന്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ എന്താ വെച്ചാൽ പ്രയാസ അവസ്ഥകളില് നമ്മൾ ചിന്തിച്ചു. നമ്മൾ നോക്കുന്നത് സാഹചര്യത്തെയാണ്. എന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യം ഞങ്ങളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തെ മറികടത്തുവാൻ അല്ലെങ്കിൽ അതിനപ്പുറമായ ഒരു അനുഗ്രഹം തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് ഉറച്ചൊരു വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അന്ന് കടന്നു വരാതിരുന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിലിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഹല്ലേലൂയ കർത്താവേ ഞാൻ ഇങ്ങനെ എല്ലാം വിട്ട് കടന്നു വന്നിട്ടാണോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നതെന്ന്
ഹല്ലേലൂയ. എനിക്കറിയാം ഇതിലിരിക്കുന്ന പലരും അങ്ങനെ ചിന്തിച്ചവരാ. കാരണം നമ്മൾ വിട്ട് കടന്നു പോയപ്പോൾ ഒന്നും വിടാതെ ഇരിക്കുന്നവര് നമ്മളിൽ കാട്ടിലും അനുഗ്രഹം പ്രാപിച്ച് സമ്പത്തൊക്കെയും ഉണ്ടായി സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവരിൽ ഒരുക്കിയ നന്മയെക്കാട്ടിലും ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഒന്ന് അനുഭവത്തിലേക്ക് മടങ്ങി വരട്ടെ. അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തി, ഒരു ദേവദാസൻ തന്നെ ഞങ്ങളോട് പറയാനായിട്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വിട്ടുകൂടെയോ, നിങ്ങളെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല, നിങ്ങളെ കൊണ്ടൊന്നും ഇത് ചേർന്ന പണിയല്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് പറയും. നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ ഒരാൾ നിന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം അത് അനുഭവിച്ചവർക്ക് അറിയാം അല്ലെ? ഇവിടെ ഇരിക്കുന്നവർക്ക് ചോദിച്ചാൽ അറിയാം, അത് അനുഭവിച്ചവർക്ക്. ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞറിയാം. അല്ലെങ്കിൽ എനിക്കൊരു പനിയാന്ന് പറഞ്ഞാല് പനിയുടെ സാഹചര്യം നമുക്കറിയാം, അത്രേ ഉള്ളത് വിഷയം. പക്ഷെ ഒരാൾക്ക് ഒരു പനിയുടെ സാഹചര്യം എത്രമാത്രം അവർ അനുഭവിച്ചറിയുന്ന ആ അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അല്ലെ? അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നിനെ നമുക്കൊരു തലമുറയില്ല. അപ്പൊ തലമുറയില്ലാതെ നമ്മളിങ്ങനെ ഭാരപ്പെട്ട് നീറെ ഇരിക്കുമ്പോൾ നമ്മളോട് ഒരാൾ പറയാ, ഓ ഇവക്ക് തലമുറ ഇല്ലല്ലോ, ഇവക്ക് ദൈവം തലമുറയൊന്നും കൊടുക്കത്തില്ല, ഇവിടെ തലമുറയില്ലാതെ ജീവിക്കാനാ. അങ്ങനൊക്കെ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ കേട്ടാൽ എത്രമാത്രം ഭാരമായിരിക്കും അല്ലെ? നമ്മൾ അതുവരെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കാനിടയായിത്തീരും. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ വൃഥാവായി പോയെന്ന് ചിന്തിക്കാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ തലമുറയെ നോക്കി പലരും പറയണം, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പങ്കുവെച്ചോണ്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളില്ല, നിങ്ങൾ എന്ത് അവർക്ക് വേണ്ടി കരുതിയത്, പക്ഷെ അപ്പൻ അവർക്ക് വേണ്ടി കരുതാനിടയായി തീർന്നു. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ പല സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് പലതും ചിന്തിക്കുകയും പലതും പ്രവർത്തിക്കുകയും ചെയ്യും അല്ലെ ആന്റി? പലതും ചിന്തിക്കും, പലപ്പോഴും പിന്മാറിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും ദൈവം നിർത്തുവാനിടയായി തീർന്നു. അവിടെയും നമ്മളെ വലങ്കരം പിടിച്ച് ഉറപ്പിച്ച് വചനം എന്ന് ഉറപ്പിക്കാനിടയായി തീർന്നു. രാത്രികാലങ്ങൾ ഞങ്ങൾ ഇത് ചിന്തിച്ച് തീരുമാനിക്കും, രാവിലെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇത് മാറും. അയ്യോ ഇല്ല, കർത്താവ് ഞങ്ങളെ വിളിച്ചതാ, തലപ്പിക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കാൻ പാടില്ല, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതാ. അത് എന്ത് കഷ്ടമായാലും എന്ത് പ്രയാസമായാലും എന്ത് ദുരിതങ്ങളായാലും അത് നമ്മൾ ചെയ്തേ മതിയാകത്തുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം നമ്മളെ ഏൽപ്പിച്ചതാ, മനുഷ്യരല്ല വിളിച്ചത്. ഈ നിന്ദിക്കുന്നവരല്ല നമ്മളെ വിളിച്ചതല്ലേ, ഈ പരിഹസിക്കുന്നവരാരുമല്ല നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ചവൻ നമ്മളെ നടത്തുവാൻ ശക്തനായ സർവശക്തനാ. ഹല്ലേലൂയ. ഞാൻ ഒരു ഭാരത്തിൽ കൂടെ കടന്നു പോയപ്പോഴാ ഞാൻ ശരിക്കും കർത്താവിന്റെ വേല ചെയ്തോളാമെന്ന് പൂർണ്ണമായ തീരുമാനമെടുത്തത്. ഹല്ലേലൂയ. അന്ന് മുതല് ഇതിനകത്ത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുമല്ല, നമ്മൾ പറയുന്നത് നമ്മൾ എന്തൊക്കെയോ ചെയ്തതൊന്നുമല്ല, പക്ഷെ ഇതിനും അപ്പുറമായി നമുക്ക് വേണ്ടി ചെയ്യാൻ തക്കോണം കഴിയും. എത്രയോ അവസരങ്ങൾ നമുക്ക് പറയുവാനുണ്ടായിട്ട്, എത്രയോ അവസരങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുവാനുണ്ടായിട്ട്, എത്ര അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ ഓർത്ത് നോക്കിക്കേ. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കും, നാട്ടുകാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷെ അവരോട് നമ്മുടെ രക്ഷകനെ കുറിച്ച് പറയാൻ 2 മിനിറ്റുകൾ നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? അവരെ സങ്കടം ഒന്ന് കേൾക്കാൻ നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മുടെ അവസരങ്ങളെ നമ്മൾ പാഴാക്കി കളയാറുണ്ട്, നമ്മുടെ സാഹചര്യങ്ങള് നമ്മൾ തട്ടിമാറ്റി കളയാറുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചാൽ അത് അതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. അല്ലെങ്കിൽ സമയം വേഗത്തിൽ കടന്നു പോകുന്നല്ലോ. നോഹയുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നോക്കിയില്ല, അല്ലെ? മറിയയുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നോക്കാതെ വണ്ണമായി തീർന്നു. ഹല്ലേലൂയ. കുഴികൾ വെട്ടാനുള്ള സാഹചര്യം നോക്കിയ അബ്രഹാമിന്റെയും അബ്രഹാമിന്റെ ജീവിതത്തില് സാറയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ല അല്ലെ? അനുകൂലമാണോ? ഒരു കാരണവശാലും സാഹചര്യം അവരുടെ ജീവിതത്തിൽ അനുകൂലമല്ല. അവർക്ക് തലമുറയില്ല, പക്ഷെ തലമുറ ഉണ്ടാകുവാൻ തക്കതായ ഒരു സാഹചര്യവും അവരുടെ ജീവിതത്തിൽ ഇല്ല. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഇവിടുത്തെ 1% പോലും പ്രതീക്ഷയ്ക്ക് വകയില്ല. അവർക്ക് പ്രതീക്ഷയുള്ളത് അപ്പന്റെ കരത്തിൽ മാത്രമാ, അപ്പൻ പറഞ്ഞ വാഗ്ദത്തത്തിൽ മാത്രമാ പ്രതീക്ഷയുള്ളത്. അല്ലാതെ മാനുഷികമായി സാഹചര്യം നോക്കിയാല് അവർക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല, അവർക്ക് പറയുവാനും യാതൊരു വകയുമില്ല. പക്ഷേ അവർക്ക് സാഹചര്യം നോക്കാതെ വണ്ണം പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത സ്ഥാനത്ത് അവർ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായി. കാരണം അവരോട് വാക്ക് പറഞ്ഞത് വാക്കുമാറാത്തൊരു കർത്താവ്. അവരോട് പറഞ്ഞത് നിനക്ക് തലമുറ നൽകാമെന്ന് പറഞ്ഞത് തലമുറ നൽകുവാൻ ശക്തനായ ദൈവമാ. അതുകൊണ്ട് അവർ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. അവരുടെ സാഹചര്യങ്ങൾ അവർ നോക്കിയില്ല, അവരുടെ ആരോഗ്യത്തോട് അവരിലേക്ക് നോക്കുവാൻ ഇടയായിത്തീർന്ന് മറിയ ചിരിക്കുവാനായിട്ട്, സാറ ചിരിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം അവളുടെ നിർജീവ അവസ്ഥ അവൾക്കറിയാം. എന്റെയും നിന്റെയും അവസ്ഥ നമുക്കറിയാം അല്ലേ?
ഈ ദൈവപ്രവൃത്തി നടക്കുവാൻ നിന്റെയും ജീവിതത്തില്, നമ്മുടെയും ജീവിതത്തില് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്താൽ നമുക്കറിയാം. പക്ഷെ നമുക്ക് നമ്മളെ അറിയുന്നതിനപ്പുറമായി നമ്മുടെ അപ്പൻ അറിയാമെന്നേ നമ്മളെ. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ അറിയുന്നതിലപ്പുറം, വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് നമ്മളെ അറിയുന്നതിലപ്പുറമായി നമ്മുടെ ദൈവത്തിന് നമ്മളെ അറിയാമെന്ന്. ഇത് ഇതിൽ കൂടെ നടക്കുവാൻ നിങ്ങൾ ശക്തരാണോ എന്ന് ദൈവത്തിന് പൂർണ്ണമായി. നിനക്ക് ശക്തിയില്ലയോ? ശക്തി തരുവാൻ ദൈവം ശക്തനാണെന്ന്, സർവശക്തനായ ദൈവമാണ് നിന്നെ ഏൽപ്പിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ആ സാഹചര്യം നോക്കാതെ ദൈവം ദൈവം പറഞ്ഞതുപോലെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അത് അവരുടെ ജീവിതത്തില് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. സാഹചര്യം നോക്കാതെ, അല്ലെങ്കിൽ അവരുടെ അനുകൂല സാഹചര്യത്തിൽ വിശ്വസിക്കാനല്ല. അതെല്ലാവർക്കും പറ്റും അല്ലെ? അനുകൂല സാഹചര്യത്തില് വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സാമ്പത്തികമൊക്കെ ഒരുക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിട്ട് വിവാഹം നടക്കുമെന്ന് വിശ്വസിക്കാൻ, എല്ലാം ആലോചിച്ച് തീരുമാനം വിശ്വസിക്കാൻ നമുക്കൊക്കെ പറ്റും. പക്ഷെ നമുക്ക് സാഹചര്യം ഇല്ലാത്ത സ്ഥാനത്ത് വിശ്വസിക്കണം. എന്ന് വെച്ചാൽ സാഹചര്യം അനുകൂലമല്ലാത്ത സ്ഥാനത്ത് വിശ്വസിക്കാൻ തയ്യാറാകണം. സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റും. ഇത് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്, ഇത് അവിടെ നടന്നു, ഇവിടെ നടന്നു, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷെ സാഹചര്യം അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കുവാനും തയ്യാറായെങ്കിൽ അത് അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയായി തീർന്നത്. ഒരു സാഹചര്യം, പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന്റെ കരുണ നമ്മളോട് കൂടെ ഇരിക്കും. സാഹചര്യം അനുകൂലമാകുന്നത് നോക്കി, സാഹചര്യം നമ്മുടെ കൂടെ വരുന്നത് നോക്കി, നമ്മൾ ചിന്തിക്കുന്നത് പോലെ സാഹചര്യം വരുന്നത് നോക്കി ഇരിക്കരുത്. സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും അനുകൂലമായിരിക്കുമ്പോഴും പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകണം. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരിക. യോഹന്നാന്റെ സുവിശേഷം 21 വാക്യത്തിലേക്ക് കടന്നു വരുന്നു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി നീക്കുമെന്ന് ഭാരത്തോടെ, ഹൃദയവേദനയോടെ വന്നവരുടെ മുൻപിൽ അവരുടെ ഭാരത്തെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ, ഭാരങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം നീക്കുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. നിന്റെ വിഷയത്തെ നിന്റെ മുൻപിൽ, കർത്താവിന്റെ മുൻപിൽ ഈ സമയം ഒന്ന് വെക്ക്. ചില നിമിഷം നിങ്ങളുടെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്ക്. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം നടക്കുവാൻ ഇന്നത് തടസ്സമായി നിൽക്കുന്നു. എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികം തടസ്സമായി നിൽക്കുന്നു. എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി അവർക്ക് ആരോഗ്യം തടസ്സമായി നിൽക്കുന്നു. അവരുടെ ഇന്ന കാര്യം തടസ്സമായി നിൽക്കുന്നു. എങ്ങനെയോ പാദമെടുത്ത് ചില നിമിഷങ്ങൾ നിങ്ങൾ തന്നെ വിഷയങ്ങളെ ഒന്ന് ഇറക്കി വെക്ക്. ഈ നിമിഷം അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യ. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാ. നിങ്ങളുടെ ഭാരത്തെ, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സമായി നിൽക്കുന്ന, നിങ്ങളുടെ തലമുറയ്ക്ക് വിടുതലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇന്ന് രാത്രികാലം ദൈവം അഴിച്ചു മാറ്റുവാൻ പോകുകയാ, ഒരുക്കി മാറ്റുവാൻ പോകുകയാ. ഹല്ലേലൂയ. അപ്പന്റെ കരത്തിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. സാഹചര്യം നോക്കാതെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. പ്രതിസന്ധികളെ വലുപ്പം കണ്ടിട്ട്, നിന്റെ പ്രതികൂലത്തിന് വലുപ്പം കണ്ടിട്ട് അത് തിരിച്ചു നിൽക്കാതെ, അതിനെ കണ്ട് ഭാരപ്പെട്ട് നിൽക്കാതെ വേണം. നിന്റെ എത്ര വലിയ ഭാരമായാലും അത് ഇറക്കി വെക്കുവാൻ കഴിയുന്ന, അത് മാറ്റിക്കളയുവാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ പാദപീഠത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ഭാരം ഏത് തന്നെ ആയിരിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളായിരിക്കാം, മറ്റൊരാൾക്ക് പോലും അറിയത്തില്ലായിരിക്കും. പക്ഷേ അതിന്റെ ആ ഭാരം അപ്പൻ അവിടെ നിന്ന് മാറ്റാൻ പോകുക, അപ്പൻ അതിന് പരിഹാരം അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ്, ഭാരമറിഞ്ഞ്, കഷ്ടത അറിഞ്ഞ്, നെടുവീർ പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യുവാൻ ശക്തനായ ദൈവമാ. കല്ലറ കണ്ട് കർത്താവിന് ശരീരം കണ്ട് മടങ്ങി പോകുവാനിരുന്ന ദൈവം ഏൽപ്പിച്ചത് അവരുടെ കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് ശിഷ്യന്മാരെ അറിയിക്കുവാൻ തക്കമുള്ള ദൗത്യം വരെയും ഏൽപ്പിക്കുവാൻ ശക്തനായി. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, അവൻ ആഗ്രഹിച്ചതിനപ്പുറമായത് ദൈവപ്രവൃത്തി അവിടെ കണ്ട് സന്തോഷിക്കുവാൻ, അവൻ അനുഭവിച്ചറിയുവാൻ തക്കമുള്ള ശക്തനായെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രതിസന്ധി
പോകുക. ഹല്ലേലൂയ. പ്രിയ ദൈവങ്ങളെ, ഒറ്റ വാക്യത്തിൽ ഞാൻ നിർത്താൻ പോകുക. സാഹചര്യങ്ങളെ നോക്കാതെ വണ്ണം വിശ്വസിക്കാൻ തയ്യാറാകണം. സാഹചര്യങ്ങളെ നോക്കാതെ വണ്ണം ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാകണം. അപ്പന്റെ വാക്ക് കേട്ടെങ്കിൽ അത് കേട്ട് ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാകണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം. ഒരു സെക്കൻഡ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിർത്തിക്കോളാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗത്തിലെ അപ്പാ, നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവേ. ഈ കടന്നു വന്നവർക്ക് കർത്താവേ, പലരും സാഹചര്യം അനുകൂലമല്ലായിരിക്കാം. എന്റെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. സാഹചര്യങ്ങളെ നോക്കാതെ വണ്ണം കർത്താവേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകിയാല് നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കട്ടെ. നീർന്ന ഹൃദയവുമായി, നുറുങ്ങുന്ന ഹൃദയവുമായി ഇന്ന് രാത്രികാലം മുട്ടുമടക്കിയ ഒരു വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം ഈ രാത്രികാലം അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിനെയും കർത്താവെ, നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെയും കുടുംബത്തെയും കർത്താവെ, കടന്നു വന്ന ഇന്ന് രാത്രികാലം കടന്നു എല്ലാ ദൈവദാസന്മാരെയും സഹോദരിമാരെയും തലമുറകളെയും അവരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അവരുടെ ആത്മീയവും ഭൗതികവും എല്ലാ വിഷയത്തിന്മേലും സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. അവസരം ഒരുക്കി തന്ന ദൈവദാസനോടും ഇത്ര സമയം കേട്ടിരുന്ന എല്ലാവരോടും നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. Praise the Lord. Hallelujah. Thank you, Devidasi.